മാധ്യമം പോഡ്കാസ്റ്റ്. എഡിറ്റോറിയൽ 2026 മാർച്ച് 27 വെള്ളി. സർക്കാരിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളോട് വിയോജിക്കുന്നവരെ ലക്ഷ്യം വെച്ചുള്ള നിയമപരമായ ബുൾഡോസറാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ ഉരുവപ്പെടുന്നത് എന്ന് പറയുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. സന്നദ്ധ സംഘങ്ങൾക്ക് മേൽ കേന്ദ്രത്തിൻ്റെ ബുൾഡോസർ. ലഡാക്കിൻ്റെ പരിസ്ഥിതിക്കും സ്വയംഭരണത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ കേന്ദ്ര സർക്കാർ നയങ്ങളോട് പലപ്പോഴും ചേർന്ന് നിന്നിട്ടുള്ള അന്തർദേശീയ പ്രസിദ്ധനായ വിദ്യാഭ്യാസ വിചക്ഷണൻ സോനം വാങ്ചുക്കിന് കാരാഗൃഹത്തിലേക്ക് സർക്കാർ വഴി തുറന്നത് വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിലെ, അതായത് FCRAയിലെ ചില വകുപ്പുകളുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ലഡാക്കിൽ കേന്ദ്ര സർക്കാർ താൽപ്പര്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുകയും ജനകീയ പ്രക്ഷോഭത്തിന് പിന്തുണയ്ക്കുകയും ചെയ്തതോടെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്ന് ആരോപിച്ച് കുരുക്കിലാക്കുകയായിരുന്നു. 2020 നിയമ ഭേദഗതിയാണ് വാങ്ചുക്കിനെ കുടുക്കിയതെങ്കിൽ അതിനേക്കാൾ കരാളമായ നിയമനിർമ്മാണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നിയമ ഭേദഗതികൾ സഭാ നടപടികൾ പൂർത്തിയാക്കി നിയമമാകുന്നതോടെ സന്നദ്ധ സംഘങ്ങളെ ഞെരിച്ചൊതുക്കാൻ പാകത്തിന് മൂർച്ചയേറിയ തേറ്റകളുള്ള മറ്റൊരു ഡ്രാക്കോണിയൻ നിയമം കൂടി പ്രാബല്യത്തിൽ വരും. രാജ്യത്തെ സർക്കാരേതര സന്നദ്ധ സംഘടന, അതായത് NGO പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമം FCRAയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ഭേദഗതികൾ ജനാധിപത്യപരമായ വിയോജിപ്പുകളെ അടിച്ചമർത്താനും പൗരസമൂഹ സ്വാതന്ത്ര്യം തടയാനും ഇടയാക്കുമെന്ന ആശങ്കകളെ ബലപ്പെടുത്തുന്നു. ഭേദഗതി ബിൽ അവതരിപ്പിച്ച ആഭ്യന്തര സഹമന്ത്രിയുടെ വാക്കുകൾ നിലവിലെ നിയമത്തിൽ നിർബന്ധിത മതപരിവർത്തനത്തിനും രാജ്യതാൽപര്യത്തിൻ്റെ ആത്മാവിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കുമായി വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ ചില വിടവുകളുണ്ട്. ഈ മാറ്റങ്ങൾ സർക്കാരിനെ അതില്ലാതാക്കാൻ പ്രാപ്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രൂരവും അപകടകരവും അതിലുപരി ഭരണഘടന നൽകുന്ന പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനവുമാണ് പുതിയ ഭേദഗതി എന്ന പ്രതിപക്ഷ വിമർശനത്തെ ശരിവെച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. അതെ, ഈ ഭേദഗതികൾ അപകടകരം തന്നെയാണ്. പക്ഷേ അത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്കും വിദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കുമാണ്. പുതിയ ഭേദഗതി പ്രകാരം സന്നദ്ധ സംഘങ്ങളുടെ FCRA അനുമതി റദ്ദാക്കപ്പെടുകയോ പുതുക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതോടെ പൊതു താൽപ്പര്യാർത്ഥം ബാങ്ക് അക്കൗണ്ടുകൾ, പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങൾ, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും അവരുടെ ആസ്തികൾ കണ്ടുകെട്ടാനും ഒരു പ്രത്യേക അതോറിറ്റിയെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം ലഭിക്കുന്നു. പുതിയ രജിസ്ട്രേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കളെല്ലാം സ്ഥിര സ്വഭാവത്തോടെ വിൽക്കുകയോ സർക്കാർ സംവിധാനങ്ങൾക്ക് കൈമാറുകയോ ചെയ്യാം. വിദേശ സഹായത്തിലുള്ള ആസ്തികളുടെ ഇടപാടുകൾ കേന്ദ്രത്തിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ അനുവദിക്കില്ല. സർക്കാർ ആവശ്യപ്പെടുമ്പോൾ സംഘടനയുടെ ഭാരവാഹികൾ കെട്ടിടങ്ങളും സ്വത്തുവകകളും രേഖകളും സർക്കാരിന് കൈമാറണം. കേന്ദ്രം നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ അനുമതി പുതുക്കിയില്ലെങ്കിൽ ആസ്തികൾ സ്ഥിരമായി അതോറിറ്റിയിൽ നിക്ഷിപ്തമാവുകയും ചെയ്യും. സ്വത്താവകാശം സംബന്ധിച്ച ആർട്ടിക്കിൾ 300A വിരുദ്ധമായ ഈ ഭേദഗതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ നിയമജ്ഞർക്ക് സംശയമുണ്ട്. പാർലമെൻറ്റിൻ്റെ മേൽനോട്ടമില്ലാതെ തന്നെ ചട്ടങ്ങൾ രൂപവൽക്കരിക്കാനും ആസ്തികൾ കൈകാര്യം ചെയ്യാനും സർക്കാരിന് അമിതാധികാരം നൽകുന്ന പുതിയ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രതിപക്ഷം ശക്തമായി വാദിക്കുന്നു. അധികാരത്തിലേറിയ കാലം മുതൽ തന്നെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ മോദി സർക്കാർ ബദ്ധശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. 2010 നിയമത്തെ ഫണ്ട് വിനിയോഗത്തിൻ്റെ സുതാര്യത ഉറപ്പാക്കുക, ദുരുപയോഗം തടയുക എന്നീ ന്യായങ്ങളുടെ പേരിൽ BJP സർക്കാർ 2016, 2018, 2020 വർഷങ്ങളിൽ ഭേദഗതികൾ വരുത്തി നിലവിൽ തന്നെ കർശനമാക്കിയിട്ടുണ്ട്. 2012 ശേഷം ഇതുവരെ 20,711 സംഘടനകളുടെ വിദേശ സംഭാവന അനുമതി റദ്ദാക്കപ്പെട്ടു കഴിഞ്ഞു. നിലവിൽ 16,026 സംഘടനകൾക്ക് മാത്രമാണ് FCRA ലൈസൻസ് ഉള്ളത്. എന്നാൽ സർക്കാരിന് താൽപ്പര്യമുള്ള സന്നദ്ധ സംഘങ്ങൾക്ക് ഇളവുകൾ നൽകുന്ന ഇരട്ടത്താപ്പ് നിയമ ഭേദഗതിയിൽ അടങ്ങിയിരിക്കുന്നു. വിദേശ കമ്പനിയുടെ ഇന്ത്യൻ അനുബന്ധ സ്ഥാപനത്തിൽ ഇന്ത്യക്കാരൻ 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന വിദേശ കമ്പനികളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കാൻ വഴിയൊരുക്കിയ 2020 ഭേദഗതിക്ക് തത്തുല്യമായി സ്വത്ത് കണ്ടുകെട്ടാൻ അനിയന്ത്രിത അധികാരം കേന്ദ്രം നിയമപരമാക്കുമ്പോൾ തന്നെ ഫണ്ട് ദുരുപയോഗത്തിന് പിടിക്കപ്പെടുന്ന സംഘടനകളുടെ ചുമതലക്കാരുടെ തടവ് ശിക്ഷ 5 വർഷത്തിൽ നിന്ന് 1 വർഷമാക്കി ചുരുക്കാനും തീരുമാനിച്ചിരിക്കുന്നു.
സ്വന്തക്കാരെ വേഗത്തിൽ പുറത്താക്കാനും അനിഷ്ടക്കാരെ ഒരു തടസ്സവുമില്ലാതെ പാപ്പരാക്കാനും കഴിയുന്ന ഈ ഭേദഗതികൾ ജനാധിപത്യത്തിൻ്റെ അന്തസ്സൊക്കെ വിരുദ്ധമാണ്. സർക്കാരിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളോട് വിയോജിക്കുന്നവരെ ലക്ഷ്യം വെച്ചുള്ള നിയമപരമായ ബുൾഡോസറാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ ഉരുവപ്പെടുന്നത്. ക്രൈസ്തവ മുസ്ലിം മതവിഭാഗങ്ങളിലെ സന്നദ്ധ സംഘങ്ങൾ അവരുടെ സാമൂഹിക വിദ്യാഭ്യാസ ജനസേവന പ്രവർത്തനങ്ങളെല്ലാം എപ്പോഴും സർക്കാരിൻ്റെ ദാക്ഷിണ്യത്തിലോ കടുത്ത നിയന്ത്രണത്തിലോ വിധേയമാകാൻ നിർബന്ധിതമാവുകയാണ്. വിയോജിപ്പുകളെ അടിച്ചമർത്താനുള്ള ഒരു രാഷ്ട്രീയ ആയുധമായി FCRA മാറുന്നുവെന്നത് ഗൗരവതരമായ സ്ഥിതിവിശേഷമാണ്. മാധ്യമം പോഡ്കാസ്റ്റ്.